ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 8. പരമപദപ്രാപ്തി. ശ്ലോകം 27, പേജ് നമ്പർ 460. നൈതേ ശ്രുതി പാർത്ഥ ജാനന്യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. പദാനുപദം. പാർത്ഥ, ഹേ പാർത്ഥ, ഏതേ ശ്രുതി, ഈ 2 വഴികളും, ജാനൻ, അറിയുന്ന, കശ്ചന യോഗി, ഒരു യോഗിയും ഒരു കൃഷ്ണഭക്തനും, ന മുഹ്യതി, മോഹത്തിന് വശംവദനാകുന്നില്ല, തസ്മാത്, അതുകൊണ്ട്, അർജുന, ഹേ അർജുന, സർവേഷു കാലേഷു, എല്ലാ കാലങ്ങളിലും, യോഗയുക്തഃ, യോഗയുക്തനായിട്ട്, ഭവ, ഭവിച്ചാലും, വിവർത്തനം, ഈ 2 വഴികളെയും കുറിച്ച് അറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. അതിനാൽ അർജുന, എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഭാവാർത്ഥം. ഭൗതിക ലോകം വിട്ടുപോകുന്ന ആത്മാവിൻ്റെ ഈ വ്യത്യസ്ത മാർഗങ്ങളെയോർത്ത് സംഭ്രമിക്കേണ്ടതില്ലെന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. യാദൃച്ഛികമായിട്ടാണോ, മുൻ നിശ്ചയിച്ച പ്രകാരമാണോ ഇവിടം വിട്ട് പോകേണ്ടതെന്നു ചിന്തിച്ച് ഭഗവത് ഭക്തൻ വ്യാകുലപ്പെടേണ്ടതില്ല. അയാൾ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുകയും ഹരേ കൃഷ്ണ നാമോച്ചാരണം തുടരുകയും ചെയ്താൽ മതി. ഈ 2 വഴികളെക്കുറിച്ചും ഏറെ ഉത്കണ്ഠ കൊള്ളുന്നത് ക്ലേശകരമാണ്. ഭഗവത് സേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണാവബോധത്തിൽ മുഴുകാൻ ഏറ്റവും ഉത്തമമായ ഉപായം. ആധ്യാത്മിക ലോകത്തിലേക്കുള്ള മാർഗത്തെ ഇത് നിശ്ചിതവും ഋജുവുമാക്കുന്നു. യോഗയുക്തഃ എന്ന വാക്കിനിവിടെ അത്യന്തം പ്രസക്തിയുണ്ട്. യോഗനിഷ്ഠനായവൻ തൻ്റെ സർവപ്രവർത്തനങ്ങളിലും കൃഷ്ണാവബോധഭരിതനായിരിക്കും. അനാസക്തസ്യ വിഷയാൻ യഥാർഹമുപയുഞ്ജതഃ എന്ന് രൂപഗോസ്വാമി ഉപദേശിക്കുന്നു. ഭക്തൻ ഭൗതിക വിഷയങ്ങളിൽ അനാസക്തനായി കൃഷ്ണാവബോധത്തോടെ സർവകർമ്മങ്ങളും ചെയ്യണം. യുക്തവൈരാഗ്യമെന്ന ഈ പ്രക്രിയ ഒരാളെ പരിപൂർണതയിലെത്തിക്കുന്നു. അതുകൊണ്ട് ഈ വിവരങ്ങൾ കൊണ്ടൊന്നും ഭക്തൻ അസ്വസ്ഥനാകുന്നില്ല. ഭക്തിയുത സേവനം കൊണ്ട് തനിക്ക് ഭഗവത് ധാമത്തിലേക്കെത്താൻ കഴിയുമെന്നത്
സുനിശ്ചിതമാണ്. ഹരേ കൃഷ്ണ.